എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കിളിക്ക് സുഖം കേട്ടോ. ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയ വിശേഷം എന്താന്ന് നോക്കാം. നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അടുത്തടുത്ത് അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അത് ചെയ്യാതിരുന്നാലും ഒന്നും നമുക്ക് ലഭിക്കത്തുമില്ല. ചെയ്ത് കഴിയുമ്പം എങ്ങനെയുണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് സുന്ദരി കുട്ടികളാക്കാം നമുക്ക് കേട്ടോ. ആക്കി കഴിയുമ്പം ഇവന്മാര് പിന്നെ അടുത്ത റൗണ്ട് ഇങ്ങോട്ട് കയറി വരും. ശരി, വാ മക്കളെ, അമ്മക്കിളിയുടെ പുതിയ വീഡിയോയിലേക്ക് എന്താ വിശേഷം നോക്കാം. കായോ പൂവോ എന്തേലും കാണുന്നുണ്ട്. ഏറ്റവും മണ്ടയ്ക്ക് നിൽക്കുന്ന 2-3 പൂവ് കാണാമെന്നല്ലാതെ പൂർണ്ണം ഒന്നും കാണാൻ പറ്റുന്നില്ല. കാട് പോലായിപ്പോയി. പകന്മാരെല്ലാം നമുക്കൊന്ന് ഇതിന്റെ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് കെട്ടി വെക്കണം. ഞാൻ കമ്പ് വെച്ചത് എവിടാ നിൽക്കുന്നത് കണ്ടോ. അപ്പം വന്നില്ലെന്ന് സങ്കടപ്പെട്ടതിന് പ്രതിഫലം ദൈവം തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇവന്മാരെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാം കേട്ടോ. അത് 2 ലോഡിന് കാണും. ഇതെല്ലാം മുറിച്ച് കഴിയുമ്പോൾ അത്രയും വലുതായിട്ടുണ്ട് എല്ലാരും. കായും കാണാൻ പറ്റുന്നില്ല ഒന്നും. അത്രയും അങ്ങ് നീളം വെച്ച് ഇപ്പൊ കമ്പ് കുത്തിയതൊന്നും കാണുന്നില്ല. അത്രയും ഹൈറ്റിലായിപ്പോയി. ഇഷ്ടംപോലെ തക്കാളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം നമുക്ക് കാണണമെങ്കിൽ മേല് വരെ ഉള്ളതങ്ങ് മുറിച്ചു മാറ്റി സൂക്ഷിച്ചു മുറിക്കണമെന്നേ ഉള്ളൂ. കാരണം തക്കാളിയുടെ കമ്പൊന്നും വെട്ടി കളയരുത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. 2 ദിവസം അറിയാതെ അതിന്റെ ശരിക്കുമുള്ള കമ്പുണ്ടല്ലോ അതും കൂടെ അങ്ങ് അറിയാതെ അങ്ങ് മുറിച്ചു ഒരു ദിവസം. എന്താ പറയാനാ, പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പറിക്കാറായില്ല. എഴുപ്പിരേഖ വന്നിട്ടുണ്ട് കണ്ടോ ഒരെണ്ണത്തിന്. ചെറിയ ഇപ്രാവശ്യം കൂടുതലാണ്. ഇപ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊന്നും ചീരയുടെ കാര്യം പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ കിളിച്ചു വന്നതാ. എനിക്കൊന്നും കഴിഞ്ഞ ചെറുത്തക്കാളി ഏതാണ്ടേ പൊട്ടി വീണത് കിളിച്ചതായില്ല. ഞാൻ പിന്നെ എല്ലാം പറിച്ച് മാറ്റി നട്ടന്നേ ഉള്ളു. അല്ലാതെ വേറെ ഞാൻ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം വലിയ തക്കാളിയുടേത് കുറവാണ്. നമുക്ക് ചെലവില്ലാതെ കിട്ടിയതല്ലേ ഇതെല്ലാം. വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മുഖത്തോട്ട് വെയിലടിക്കും കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേ ഇവന്മാരെ കാണാൻ അടിപൊളിയായി കേട്ടോ. തക്കാളി മാത്രമേ കാണാനുണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ അത് തന്നെ ഒരു 4 ദിവസത്തേനേ ഉള്ളൂ. അത് ഒത്തിരി ദിവസമൊന്നും ഇങ്ങനെ നിൽക്കുമെന്നും പറയാൻ പറ്റില്ല. ആഴ്ചക്ക് ഒരിക്കൽ മുറിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇനി 1 മാസം കൂടെ ഉള്ളു കേട്ടോ ഈ മുറിക്കലൊക്കെ. പിന്നെ അടുത്ത വർഷമേ ഉള്ളൂ നമ്മുടെ കാര്യം. മുറിച്ച് കഴിയുമ്പോഴേ ഗാർബേജിലിടാൻ ഒരു ചാക്കൊന്നും പോരാ, അത്രയും കാണും. ഇലകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് 2-3 ചാക്കിനുള്ളത് കാണും. ഇതെല്ലാം ഇല എടുക്കുന്ന ഉടനെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ തക്കാളിയും ചേർന്നങ്ങ് പോകും. നമ്മൾ ഓർക്കത്തില്ല, ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്താകും, തക്കാളിയുടെ തണ്ടിനൊന്നും അധികം വലിയ ബലമില്ലാത്തല്ലേ, അത് പറഞ്ഞങ്ങ് പോകും. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിലേ പണി പാളിപ്പോകും. എന്തോരം ഇലകളാ മുറിച്ച് മാറ്റിയിരിക്കുന്നത്. ഇനി തീർന്നിട്ടില്ല കേട്ടോ, കൊണ്ടുവരുന്നതേ ഉള്ളൂ. എല്ലാം ഒന്നിച്ചിടാം. അപ്പോഴത്തേക്ക് കുറച്ച് പാടി, നല്ല വെയിലായിന്ന്. അവന്മാരെല്ലാം ചെത്തി വെടിപ്പാക്കി നിർത്തിയിരിക്കുന്ന കണ്ടോ. ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ. അടുത്ത ഇനി ഒരു പണിയും കൂടെ ഉണ്ടേ. കണ്ടോ നിൽക്കുന്നത് ചെറിപ്പഴം, തക്കാളിയുടെ ചെറി. വലിയ തക്കാളിയും വന്നിട്ടുണ്ട്. ഇത്ര എണ്ണം ഈ ഇലകൾക്കിടയിൽ നിന്നതാ കേട്ടോ. അതുകൊണ്ട് അമ്മക്കിളി കണ്ടേ ഇല്ല ഈ സംഭവം ഒന്നും. ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ മക്കളെ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ.